ഇക്കുറി ഭക്തരക്ഷയ്ക്കെത്തിയത് പോലീസ്. രേഷ്മ നിഷാന്തും ഷാലിന സജേഷും തോറ്റുമടങ്ങുന്നത് പോലീസിന്റെ കടുംപിടുത്തത്തെ തുടർന്നു തന്നെ. മകരവിളക്കിന് പിന്നാലെ ശബരിമലയിൽ പ്രവേശിക്കാനെത്തിയ കണ്ണൂർ സ്വദേശിനികളായ യുവതികളെ പോലീസ് ബലം പ്രയോഗിച്ചു തന്നെ നീക്കി. കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പോലീസ് വളരെയേറെ ശ്രമിച്ചെങ്കിലും ഇവരുടെ വാശി, ധാർഷ്ട്യം, അതിനു മുന്നിൽ പോലീസിന് ബലപ്രയോഗം തന്നെ വേണ്ടിവരുന്നു. പോലീസ് വാഹനത്തിൽ ഇവരെ തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. ഏകദേശം 3 മണിക്കൂറോളം നീലിമലയിൽ യാത്ര തടസ്സപ്പെട്ട ശേഷമാണ് ഇവരെ തിരിച്ചിറക്കാൻ പോലീസ് തയ്യാറായത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന 7 പുരുഷന്മാരും ദർശനം നടത്താതെ തന്നെ മടങ്ങുകയുണ്ടായി. നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ഒത്തുചേർന്ന ആക്ടിവിസ്റ്റുകൾ തങ്ങളുടെ ആക്ടിവിസം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായി ശബരിമലയെയും ആചാരലംഘനത്തെയും തെരഞ്ഞെടുത്തത് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ്. ബിന്ദുവിനും കനകദുർഗയ്ക്കും പിന്നാലെ SP മഞ്ജുവും സന്നിധാനത്തെത്തിയത് ഭക്തർക്ക് വലിയ വിഷമത്തിനിടയാക്കിയിരുന്നു. ബിന്ദുവും കനകദുർഗയും എത്തിയത് രാത്രിയിൽ ഇരുളിന്റെ മറവിൽ ഒളിച്ച് വേഷപ്രച്ഛന്നരായിരുന്നു. എന്നാൽ SP മഞ്ജു ആകട്ടെ ഒരു പടി കൂടി കടന്ന് വൃത്തവേഷത്തിൽ തലമുടിയൊക്കെ നരപ്പിച്ച് കണ്ണട വെച്ചാണ് ശബരിമലയിൽ എത്തിയത്. ഇത് കേരളത്തിലെ സംഘപരിവാർ അണികളിലും വിശ്വാസ സമൂഹത്തിലും വലിയ പരിഹാസത്തിനിടയാക്കി. നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ആക്ടിവിസം ഗ്രൂപ്പിനെ സർക്കാർ സ്പോൺസർ ചെയ്യുന്നതും അവരെ ഇരുളിൻ്റെ മറവിൽ ശബരിമലയിൽ എത്തിക്കുന്നതും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. അത്തരത്തിൽ വിമർശനങ്ങൾ കത്തി നിൽക്കുമ്പോൾ ആക്ടിവിസം നേരിട്ട് കാണിക്കുവാൻ രേഷ്മ നിഷാന്തും ഷാലിന സജേഷും എത്തിയത്. കൂടെ സുരക്ഷയ്ക്കായി 7ഓളം പുരുഷന്മാരെയും അവർ ഒപ്പം കൂട്ടിയിരുന്നു. ഒടുവിൽ പോലീസ് നേർക്കുനേർ നിന്നു. വിശ്വാസികൾ നന്നേ കുറവായ പുലർച്ചയിലായിരുന്നു അവരുടെ മലകയറ്റം. കാര്യമായ എതിർപ്പുകൾ വിശ്വാസ സമൂഹത്തിന് പ്രകടിപ്പിക്കുവാൻ അവസരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് കർശനമായി ഇടപെട്ടു. പോലീസ് തന്ത്രപരമായ ഇടപെടലാണ് നടത്തിയത്. കണ്ണൂർ സ്വദേശിനികളായ രേഷ്മ നിഷാന്തിനെയും ഷാലിന സജേഷിനെയും മടക്കി അയച്ചത് ഒരു പോലീസ് വിജയം തന്നെയാണ്. 7 പുരുഷന്മാരുടെ അകമ്പടിയോടെ സംഘം ചേർന്നായിരുന്നു യുവതികളായ രേഷ്മ നിഷാന്തും ഷാലിന സജേഷും ശബരിമലയിൽ ദർശനത്തിനെത്തിയത്. നേരത്തെ നീലിമല വെച്ച് തടയപ്പെട്ടപ്പോൾ പോലീസ് അനുനയിപ്പിച്ച് തിരിച്ചയക്കാൻ ഏറെ ശ്രമിച്ചു. എന്നാൽ മടങ്ങില്ലെന്ന ഒരേ നിലപാടിൽ യുവതികൾ ഉറച്ചു നിന്നു. നീലിമലയിൽ വെച്ച് ആദ്യം 10ഓ 20ഓ പേർ ചേർന്ന് ഇവരെ തടയുകയും പിന്നീട് ഈ സംഘത്തിലേക്ക് കൂടുതൽ പ്രതിഷേധക്കാർ എത്തിച്ചേരുകയുമായിരുന്നു. പുലർച്ചെ 5:30യോടെയായിരുന്നു ദർശനത്തിനായി നീലിമലയിലെത്തിയത്. മലയിറങ്ങിയ വിശ്വാസികളും പ്രതിഷേധക്കാരും ചേർന്ന് ഇവരെ വഴിതടഞ്ഞു. ദർശനം നടത്താതെ തങ്ങൾ മടങ്ങില്ലെന്ന് ഉറച്ച നിലപാടെടുത്ത് യുവതികളും ഒരു തരത്തിലും ദർശനം അനുവദിക്കില്ല എന്ന് വിശ്വാസികളും നിലപാട് കടുപ്പിച്ചതോടെ പോലീസ് കുടുങ്ങി. പിന്നീട് കർശനമായ നിലപാടാണ് പോലീസ് എടുത്തത്. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ യുവതികളെ പോലീസ് നിർബന്ധപൂർവം തിരിച്ചയക്കുകയായിരുന്നു. ആദ്യ എതിർപ്പിനെ മറികടന്ന് മുന്നോട്ട് പോയെങ്കിലും നീലിമലയിൽ വെച്ച അക്ഷരാർത്ഥത്തിൽ ഇവർ കുടുങ്ങിപ്പോയി. അവിടെ നിന്നും ഒരടി പോലും മുൻപോട്ട് പോകാനായില്ല. പോലീസ് ഇവർക്ക് സുരക്ഷാ വലയം തീർത്തു. മടങ്ങിപ്പോകില്ലെന്ന് യുവതികൾ ഉറച്ച നിലപാടെടുത്തപ്പോൾ ഇവരുമായിട്ടല്ലാതെ മുന്നോട്ട് പോകില്ലെന്ന കൂട്ടത്തിലുള്ള 7 പുരുഷന്മാരും കടുപ്പിച്ചു. കാനനപാതയിൽ പലയിടത്തും പ്രതിഷേധക്കാർ കുത്തിയിരുന്ന് അപ്പോൾ നാമജപം നടത്തുകയായിരുന്നു. ഒരു SP-യും അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് സംഘമാണ് ഇവർക്ക് സുരക്ഷ നൽകാനെത്തിയത്. 2.5 മണിക്കൂറിന് ശേഷം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. മുകളിലേക്ക് പോയാൽ വൻ സംഘർഷമുണ്ടാകും എന്നായിരുന്നു ഇന്റലിജൻസ് പോലീസിന് നൽകിയ മുന്നറിയിപ്പ്. മുമ്പോട്ട് പോയാൽ ആൾക്കാർ കാനനപാതയിലെ പലയിടങ്ങളിൽ കൂട്ടം കൂടി തടയാൻ സാധ്യതയുണ്ടെന്നും അത് അക്രമത്തിലേക്ക് കടക്കാൻ ഇടയുണ്ടെന്നും കാനനപാതയിലെ പലയിടങ്ങളിൽ കൂട്ടം കൂടി തടയാൻ ശ്രമങ്ങൾ ആരംഭിച്ചുവെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പോലീസിന് ലഭിച്ചത്. നീലിമലയ്ക്കപ്പുറത്ത് അപ്പാച്ചിമേട്, മരക്കൂട്ടം, സന്നിധാനം, നടപ്പന്തൽ എന്നിവിടങ്ങളിലെല്ലാം പ്രതിഷേധക്കാർ ഒത്തുകൂടാൻ തുടങ്ങിയിരുന്നു. നാമജപം നടത്തി തടസ്സപ്പെടുത്താൻ അന്യസംസ്ഥാനക്കാർ വരെ ഏറെ ഉണ്ടായിരുന്നു. നേരത്തെ നിലയ്ക്കൽ വരെ KSRTC ബസ്സിലെത്തിയായിരുന്നു യുവതികൾ. അവിടെ നിന്ന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് സംഘം പമ്പ വരെ എത്തുകയും അവിടെ ആദ്യ പ്രതിഷേധത്തെ നേരിടുകയുമായിരുന്നു. ഇവരെ തടഞ്ഞ് 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് പമ്പ സ്റ്റേഷനിൽ പാർപ്പിച്ചിരിക്കുകയാണ്. തുടക്കത്തിൽ 10ഓ 20ഓ പേരുണ്ടായിരുന്ന പ്രതിഷേധക്കാരുടെ സംഘത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നു. പിന്നീട് കൂടുതൽ ആളുകൾ എത്തുകയും അവരെ നിയന്ത്രിക്കാൻ പോലീസിന് പോലും കഴിയാത്ത അവസ്ഥയിലെത്തുകയുമായിരുന്നു. താൻ ദൈവത്തെ കാണാൻ എല്ലാ ഭക്തരെയും പോലെ വ്രതം നോറ്റാണ് എത്തിയിരിക്കുന്നത്. വ്രതത്തിലായതിനാൽ തനിക്കിപ്പോൾ സാധാരണ ജീവിതം സാധ്യമല്ല. 104 ദിവസം നീണ്ട വ്രതം നോറ്റാണ് എത്തിയത്. ഇനി അയ്യപ്പ ദർശനം നടത്തി മാല ഉരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ ആചാര സംരക്ഷണത്തിന് എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് ആചാര സംരക്ഷകർ തന്നെ തനിക്ക് പറഞ്ഞു തരണം, രേഷ്മ പറയുന്നു. അയ്യപ്പന് സ്ത്രീകൾ കയറുന്നതിന് തടസ്സമില്ലെന്നും അതുകൊണ്ടാണ് ഇത്രയും സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിച്ചതെന്നും രേഷ്മ പറഞ്ഞു. അയ്യപ്പൻ അറിയാതെ ആരും അവിടെ കയറില്ല.
സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കുന്നത് അയ്യപ്പന് എതിർപ്പില്ലെന്നും രേഷ്മ നിഷാന്ത് പറയുന്നു. രേഷ്മ നിഷാന്തിന്റെയും ഷാനില സജേഷിന്റെയും അടക്കം പോലീസിന് വലിയൊരു ആശ്വാസമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.